ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതികരിക്കും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അവഗണിക്കുന്നതാണ്. പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ്, കേവലം ഒരു മുതിർന്ന നേതാവ് എന്ന രൂപത്തിലല്ല ഞങ്ങൾ സുധാകരനെ കാണുന്നത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭുവനേശ്വരൻ രക്ഷാകർത്തൃത്വം ഭരിക്കുന്നത്. അന്ന് വിദ്യാർത്ഥി നേതാവ് ആയിട്ടുള്ള സുധാകരൻ അനുജൻ ഭുവനേശ്വരൻ പന്തളം NS കോളേജിൽ രക്ഷാസാക്ഷി ഭരിക്കുമ്പോൾ ആ രക്ഷസാക്ഷിയുടെ സഹോദരൻ എന്ന രൂപത്തിലേക്ക് ആ സഖാവിനോട് മറ്റേതൊരു നേതാവിനും സഖാവിനും കൊടുക്കുന്നതിനേക്കാൾ മുന്തിയ പരിഗണനയാണ് ഞങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്, പാർട്ടി കൊടുത്തിട്ടുള്ളത്. ഒരു അവഗണനയും അദ്ദേഹത്തോട് ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം 75 വയസ്സ് പ്രായമായതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നത്. അങ്ങനെ ഒഴിവാകുന്നതിനെ തുടർന്ന് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ തുടർന്നുള്ള നാളുകളിൽ പ്രവർത്തനം നടത്തണം എന്ന രൂപത്തിലാണ് തീരുമാനിച്ചത്. അതിനുശേഷം ആ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരണമെന്ന്, ജില്ലാ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കണമെന്ന്, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ പങ്കെടുക്കണം, ക്ഷണിതാവായി പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന രൂപത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ പോലും ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് തയ്യാറായത്, ഞങ്ങൾ ക്ഷണിക്കായിട്ടല്ല. പക്ഷേ അദ്ദേഹം ഇവിടെ പ്രത്യേക ഓഫീസ് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൃത്യമായിട്ട് അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്തൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിൻ ഇടതുപക്ഷത്തിന് വേണ്ടി നടത്തിയത് അദ്ദേഹമാണ്. ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ലല്ലോ, അദ്ദേഹമായിരുന്നു. എത്രയോ യോഗങ്ങൾ ഈ മണ്ഡലത്തിൽ മുഴുവൻ നടന്ന് അദ്ദേഹം പ്രസംഗിച്ചില്ല, എല്ലാം ഉദ്ഘാടനം ചെയ്യല്ലോ, പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്തതായിരുന്നു. രാഷ്ട്രീയ ക്യാമ്പ് പങ്കെടുക്കുക. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, ഐതിഹാസികമായി പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നാടാണല്ലോ. അതിൻ്റെ രക്തസാക്ഷി വാരാചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. അതിൽ സാധനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ല. ആ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട വളരെ വികാരപരമായ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണല്ലോ ഒക്ടോബർ 27 വലിയൂടുകാട്ടിൽ നിന്ന് ദീപശിഖ വയലാറിലേക്ക് കൊണ്ടുവന്നു. VS ആയിരുന്നത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. VSന് സുഖമില്ലാതെ വന്ന അന്ന് മുതൽ ആ ദീപശിഖ കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചതും നിയോഗിച്ചതും സഖാവ് G. സുധാകരൻ സാറിനെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആ സഖാവിൻ്റെ അവഗണനയുണ്ടെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ നിയോഗിക്കുമോ, ഞങ്ങൾ തീരുമാനിച്ച് നടത്തുമോ? ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരു കാരണവശാലും ആ സഖാവിനെ ഏതെങ്കിലും രൂപത്തിലുള്ള അവഗണന ആ സഖാവിൻ്റെ നോട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതേപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തെ ഞങ്ങൾ സമയം കണ്ടെത്തി അദ്ദേഹം സഹകരിച്ചപ്പോൾ എല്ലാം പറഞ്ഞു. പിന്നെ സുഖമില്ലാതെ വരികയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് അദ്ദേഹം. അത് തന്നെയാണ് എന്തുമാത്രം പൊതുപരിപാടികളാണ് ഈ 5 വർഷത്തെ. ഇത് കൂടാതെ തന്നെ എത്ര പൊതുപരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കാത്ത പൊതുപരിപാടികളുണ്ടോ? എത്ര പരിപാടികളാണ് അത് നമ്മുടെ ജില്ലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ പാർട്ടിയുടേതും പാർട്ടി അല്ലാത്തതും. കാരണം അദ്ദേഹം ഒരു പൊതുവെ അംഗീകാരം ഉള്ളവരാണ് സാംസ്കാരിക രംഗത്തും മറ്റു മേഖലയിലൊക്കെ. ഇവിടെ എത്രയോ ലൈബ്രറികളുടെ പരിപാടികൾ, എല്ലാം പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഒരു അവഗണനയും, എന്തെങ്കിലും ഒരു അവഗണന ഉണ്ട്, എന്നോട് അവഗണന കാണിക്കുന്നു എന്നൊരു തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യും. പറഞ്ഞിരുന്നില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് വന്ന കാരണം അതിൻ്റെ പൂർത്തീകരണം ബ്രാഞ്ചിൽ നമ്മൾ പൂർത്തീകരിച്ച് ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ളത് ഇങ്ങനെ
പെൻഡിങ്ങിലിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിച്ചാൽ മതി, എന്നെ ഘടകത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് പിന്നെ ഒരു ഘടകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുവരെ ആലപ്പുഴ ജില്ലയുടെ കമ്മിറ്റിയുടെ കീഴിൽ ഇല്ലാത്തൊരു ഘടകം അഭിഭാഷകരെല്ലാം കൂടെ ചേർത്തൊരു ഘടകം കൂടെ ഉണ്ടാക്കി ആ ഘടകത്തിനകത്ത് സഹാവ് ജി സുധാകരനെ ഉൾപ്പെടുത്തിച്ചു വരുന്നു. അതിൻ്റെ സ്ക്രൂട്ടണി യോഗം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. ആ സ്ക്രൂട്ടണി യോഗത്തിൽ ആ സഹാവ് സുഖമില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിലും ആ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലവിയും പരിസംഖ്യയും മേടിച്ചത് പുതുക്കാനും തീരുമാനിച്ചു. പിന്നെ അതിനകത്ത് പക്ഷേ അവിടുത്തെ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെന്ന് വെച്ചാൽ ഫാറൂഖ് വീട്ടിൽ കൊടുത്തു, പൂരിപ്പിച്ചാർന്നല്ലോ, അതും തരണം ലവിയും തരണം. അപ്പോൾ അവരോട് പറഞ്ഞു, ശരി ഞാൻ DC കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതിനുശേഷം പിന്നെ ഞാൻ ചാനലിലൂടെയാണ് കാണുന്നത്. ഈ ചാനലിൻ്റെ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പുതുക്കുന്നില്ല ഇവർ നമ്മളറിയുന്നത്. എങ്ങനെയാണ് ഇവരറിഞ്ഞത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ അതിൽ ഫൈനലൈസ് ചെയ്യുന്നത് DC ആണല്ലോ. ജില്ലാ കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് ഫൈനലൈസ് ചെയ്യുന്നത് സ്ക്രൂട്ടണി. ആ ഫൈനലൈസ് ചെയ്യുന്ന ഘടകത്തിൽ ഞങ്ങൾ കടന്നിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയാണ് ബ്രാഞ്ച് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അംഗീകരിക്കണമെങ്കിൽ ലവിയും പരിസംഖ്യ അടയ്ക്കണം, ഫാറവും പൂരിപ്പിച്ചായിരുന്നു. അത് തന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇത് ഒഴിവാകുന്നു എന്നൊരു വിധത്തിലേക്ക് പറഞ്ഞു. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു പരിപാടിയില്ല. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇപ്പോഴും പുതുക്കിയല്ലോ, ബ്രാഞ്ച് പുതുക്കി മെമ്പർഷിപ്പ്. അദ്ദേഹം ഫാറവും ഇത് തരാത്തത് കൊണ്ടാണ് അദ്ദേഹം മെമ്പർഷിപ്പ് ഒഴിവായത്. അപ്പം ഒരു രൂപത്തിലുമുള്ള ഒരു അവാർഡിനെയും അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാവില്ല, കുറേ നാളുകളായിട്ട് തന്നെ അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ അതിനെ സഹായകരമായ രൂപത്തിലേക്കാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകുന്നതും അവഗണിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം ആ രൂപത്തിലാണ്.